ഇൻസ്പയർഡ് ബൈ ദ നേച്ചറാണ്. പ്രകൃതിയെ നമ്മൾ പ്രചോദിതരായി നമ്മുടെ ഭാവിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും നമുക്ക് കൃത്യമായ സങ്കല്പങ്ങൾ ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, ഈ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളുടെയും ഒരു മേജർ കമ്പോണന്റ് അത് ഈ ക്ലൈമറ്റ് ചേഞ്ചും എൻവയൺമെൻറ്റും ആയിരിക്കും. അതിനെ പരിഗണിക്കാതെ ഒരു പദ്ധതിയും നടപ്പാക്കില്ല. ഇതൊരു മനോഹരമായ ദിവസമാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കേണ്ട, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച ഒരു പുതിയ ആശയമാണ്. വൺ ഹെൽത്ത് എന്നാണ് പറയുന്നത്. വൺ ഹെൽത്ത് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആരോഗ്യം മാത്രമായിട്ടൊരു ആരോഗ്യമില്ല. പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യൻ്റെ ആരോഗ്യവും ഒന്ന് തന്നെയാണ്. പ്രകൃതിയെ മുഴുവൻ തകർത്ത് പ്രകൃതിയുടെ ആരോഗ്യം തകർത്താൽ മനുഷ്യൻ്റെ നിലനിൽപ്പില്ല. 2018 മഹാമാരിക്ക് ശേഷം വൺ ഹെൽത്ത് എന്നുള്ള ആശയം ലോകം മുഴുവൻ ഇപ്പോൾ പ്രചരിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഞാനൊരു 20 വർഷം മുമ്പ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പം എൻ്റെ ഉള്ളിലെ ധാരണ ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഈ കാലാവസ്ഥാ വ്യതിയാനം എൻ്റെ ഒരു ജനറേഷനിലോ എൻ്റെ മകളുടെ ജനറേഷനിലോ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു 100 വർഷം കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നായിരുന്നു എൻ്റെ ഉള്ളിലിരുന്ന് വിചാരം. പക്ഷേ ഒരു ദശാബ്ദകാലം പോലും വേണ്ടി വന്നില്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സിഗ്നൽ നമുക്ക് ലഭിക്കാം. സിഗ്നലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സിഗ്നൽ മാത്രം. വലിയ സൈറൺ മുഴങ്ങാൻ പോവുക, വലിയ സൈറൺ, അപകടത്തിൻ്റെ സൈറൺ. അപ്പോൾ മനുഷ്യന് പ്രകൃതി നൽകുന്ന ചില സിഗ്നലുകളുണ്ട്, സൂചനകളുണ്ട്. ആ സൂചനകൾ മനുഷ്യൻ അവൻ്റെ സവിശേഷമായ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കി ആ സിഗ്നലുകളെ അനലൈസ് ചെയ്ത് അപകടകരമായ സാധ്യതകളെ ഇല്ലാതാക്കാൻ മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനമാണ് ഇനിയിപ്പോൾ പരിസ്ഥിതി പ്രവർത്തനം. പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലേ? ഇൻസ്പയർഡ് ബൈ ദ ഫ്യൂച്ചർ, ഫോർ ദ ക്ലൈമറ്റ്, ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. ഇൻസ്പയർഡ് ബൈ ദ നേച്ചറാണ്. പ്രകൃതിയെ നമ്മൾ പ്രചോദിതരായി നമ്മുടെ ഭാവിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും നമുക്ക് കൃത്യമായ സങ്കല്പങ്ങൾ ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, ഈ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളുടെയും ഒരു മേജർ കമ്പോണന്റ് അത് ഈ ക്ലൈമറ്റ് ചേഞ്ചും എൻവയൺമെൻറ്റും ആയിരിക്കും. അതിനെ പരിഗണിക്കാതെ ഒരു പദ്ധതിയും നടപ്പാക്കില്ല. കാരണം അത് നടപ്പാക്കിയാൽ പ്രകൃതിയെ മുഴുവൻ തകർത്ത് പരിസ്ഥിതിയെ മുഴുവൻ തകർത്ത് ഉള്ള വികസനമല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. സന്തുലിതമായ വികസനമാണ് വേണ്ടത്. വികസനം വേണം, നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. പക്ഷേ പ്രകൃതിയെ തകർത്തോ പരിസ്ഥിതിയെ തകർത്തോ ഒരു വികസനത്തിൻ്റെയും പുറകെ പോകില്ല. ഇത് കൃഷി വകുപ്പ് കൂടി നടത്തുന്ന പരിപാടിയാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചില ധാരണകളുണ്ടായി നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ. കർഷകർ പരിസ്ഥിതിയുടെ ശത്രുക്കളാണെന്ന് തെറ്റായ ധാരണയാണ്. ആ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവർ ചെടികൾ നട്ടുപിടിപ്പിച്ചും അല്ലേ, മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം. നേരത്തെ ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് വളരെ വിഷലിപ്തമായ പച്ചക്കറിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും വരികയാണ്. ഞാൻ പണ്ട് ഒരു 10-12 വർഷം മുമ്പ് തമിഴ്നാട്ടിലെ തൃച്ചിയിൽ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഭയങ്കര പച്ചക്കറി കർഷകനാണ്. 100 കണക്കിന് ഏക്കറാണ് പച്ചക്കറി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പം ഇവിടെ ഈ ഭക്ഷണത്തിന് ഒരുക്കിയിരിക്കുന്ന പച്ചക്കറി നമ്മൾ 50 സെന്റിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറിയാണ്. സാറ് ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു.
അപ്പൊ ഞാൻ ചോദിച്ചു, ബാക്കിയുള്ള ഈ 100 കണക്കിന് ഏക്കറുള്ള പച്ചക്കറിയാ? അത് കേരളാവുക്ക് അയക്കാനാണ്. നമുക്ക് അയക്കാനുണ്ട്, അവിടെ മുഴുവൻ മറ്റതാണ്, വിഷം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഞെട്ടി. ഞാൻ ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് ഓർഗാനിക് പച്ചക്കറി കഴിച്ച് നേരെ വീട്ടിലെത്തി. ഞാൻ കഴിക്കാൻ പോകുന്നത് ആ കേരളാവുക്ക് അദ്ദേഹം അയക്കുന്ന പച്ചക്കറിയാണ്, വിഷലിപ്തമായ പച്ചക്കറിയാണ്. അത് നമ്മുടെ ആരോഗ്യത്തിനെ ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട്. രോഗാതുരമാണ് നമ്മുടെ സമൂഹം പലതരത്തിൽ. ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ കൃഷി വകുപ്പിന് വലിയ മേജർ റോളുണ്ട്. നമുക്ക് പച്ചക്കറിയുടെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് പോകണം. അതിനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകണം. ഓണത്തിന് ഒരുക്കാം വിളവിൻ്റെ വിസ്മയം എന്നുള്ള പരിപാടിയാണ് ഇവിടെ. ആ പരിപാടിയിൽ നമുക്ക് പരമാവധി പച്ചക്കറിയുടെ ഉൽപാദനം നമുക്ക് നടത്തി ഓണത്തിന് പരമാവധി പച്ചക്കറി നമ്മുടെ വീട്ടുവളപ്പിൽ, ചെറിയ വീട്ടുവളപ്പായിരിക്കാം, ചിലപ്പോൾ മട്ടുപ്പാവ് ഉണ്ടാവാം, ചെറിയ മുറ്റമായിരിക്കാം, ഏറ്റവും മനോഹരമായി ലഭ്യമായ സ്ഥലങ്ങളിൽ കുട്ടികൾ അതിൽ താല്പര്യം കാണിക്കണം. ഞാൻ കുട്ടികളെ 5 പേരെ ഇവിടെ ആദരിക്കുന്നത്, അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക. അവർ ഇക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി ചെറുപ്പത്തിലെ തന്നെ ഒരു കൾച്ചർ, അതാണ് ചെറുപ്പത്തിലെ തന്നെ ഒരു കാർഷിക സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, 3 നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ, അല്ലേ, നമ്മുടെ പിതാമഹനെയും പിതാമഹിയെയും ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മളൊരു കർഷകനെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളാണ്, അല്ലേ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട് ഞാൻ സാധാരണ കുട്ടികളോട് പറയും, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്ന് പറയും. പൊളിറ്റിക്കൽ ആകണം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെന്നല്ല അതിൻ്റെ അർത്ഥം. പൊളിറ്റിക്കൽ ആകണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആകണമെന്നാണ്. പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. ഇല്ലേ, എത്ര എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്. ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കരുത്. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാകണം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.